വാർത്താരംഭത്തിലേക്ക് വിശദമായി നോക്കാം. കാസർഗോഡ് പടനക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിയുടെ സിസിടിവി ദൃശ്യം ന്യൂസ് 18 ലഭിച്ചു. സംഭവം നടന്ന വീടിന് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളതും സിസിടിവി ദൃശ്യങ്ങളിൽ ഉള്ളതും ഒരേയാൾ തന്നെയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. KV ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, നാടിനെ ഞെട്ടിച്ച സംഭവമായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയുണ്ടായത്. ഇതിൽ നിർണായകമാകുന്ന സിസിടിവി ദൃശ്യമാണിപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇതാണോ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്? തീർച്ചയായും പാർവതി, അതിനീചമായ ഒരു അതിക്രമത്തിന്റെ നിർണായക തെളിവായ സിസിടിവി ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ പ്രതി 2 മണിക്കും 2:30 ഈ വീട്ടിലേക്ക് കുട്ടിയെ എടുത്തുകൊണ്ടുപോകാനായി ഇത്തരത്തിൽ അതിക്രമത്തിനായി എത്തുന്ന ദൃശ്യമാണ് ഇത്. ഈ കുട്ടിയുടെ വീട്ടിന്റെ സമീപത്ത് തന്നെയുള്ള വീട്ടിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളാണ് ഈ കേസിൽ നിർണായക തെളിവായി മാറിയിരിക്കുന്നത്. ഈ ദൃശ്യത്തിൽ കാണുന്ന അതേ ആളാണോ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്നതാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം അതേ ആളാണ് ഇപ്പോൾ ഈ ഹോസ്ദുർഗ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇയാളെ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ആ സിസിടിവി ദൃശ്യങ്ങളിൽ കാണുന്ന അതേ ആൾ തന്നെയാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ ഉള്ളത് എന്ന സൂചനയാണ്. നമുക്കറിയാം ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടിരുന്നത് ന്യൂസ് 18 ആണ്. തുടർന്ന് 3 പേർ കസ്റ്റഡിയിൽ എന്ന വാർത്തയും ന്യൂസ് 18 പുറത്തുവിടുന്നു. ആ 3 പേരിൽ ഒരാളാണ് ഇപ്പോൾ ഈ അതിക്രമം നടത്തിയെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ നിർണായക തെളിവ്, ഈ കേസിലേക്ക് എത്തിയ നിർണായക തെളിവ് ഈ സിസിടിവി ദൃശ്യം തന്നെയാണ്. ഈ സിസിടിവി ദൃശ്യത്തിൽ കാണുന്നയാളാണ് ഈ സംഭവം നടത്തിയത്. അതായത് പുലർച്ചെ 2:30 ഇയാൾ എത്തുന്നു. ആ എത്തുന്ന ദൃശ്യമാണിത്. പിന്നീട് ഈ വീട്ടിൽ കയറി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഈ 10 വയസ്സുകാരെ എടുത്തുകൊണ്ടുപോയി പുറകിലെ അടുക്കള ഭാഗത്തുകൂടി പുറത്തേക്ക് പോകുന്നു. പിന്നീട് 1 കിലോമീറ്ററിനകം വരുന്ന ഒരു പ്രദേശത്ത്, അതായത് ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഈ പോലീസ് നായ കൃത്യമായ ഈ സ്ഥലം കണ്ടെത്തിയിരുന്നു. അവിടെ നിന്നും 20 രൂപയുടെയും 10 രൂപയുടെയും ചില്ലറ നാണയത്തൊട്ടുകളും ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയിരുന്നു. ആ സ്ഥലത്ത് വെച്ചാണ് ഈ പ്രതി ഇത്തരത്തിൽ പെൺകുട്ടിയെ ലൈംഗികമായ അതിക്രമം ഈ പെൺകുട്ടിക്ക് നേരെ നടത്തിയത്. അതിനുശേഷം ആഭരണം, ഈ കുട്ടിയുടെ കാതിലുണ്ടായിരുന്ന ആഭരണം ഊരിയെടുക്കുകയും അതിനുശേഷം അവിടെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയുമാണ്. ഇത്രയും നീചമായ ഒരു സംഭവം നടത്തിയ പ്രതിയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവും. ഇതിൽ പ്രധാനമായും പോലീസിനെ കൊടുക്കുന്നത് ഈ ദൃശ്യം അത്ര വ്യക്തമല്ലെങ്കിലും ഈ ദൃശ്യവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി നേരത്തെ നൽകിയ ഒരു മൊഴിയുണ്ട്. അതായത് മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള 30 വയസ്സിന് ഏകദേശം താഴെ വരുന്ന ഒരാളാണെന്ന് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നും പോലീസിന് ഈ കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു. ഒപ്പം ഈ ദൃശ്യവും ഇതെല്ലാം കൂടിയാണ് ഇയാളിലേക്ക് എത്തുന്നത്. ഏതായാലും ഇയാൾ ഈ സംഭവം നടന്നതിന് ശേഷം ഇയാളെ ഈ സ്ഥലത്ത് നിന്നും കാണാതായിരുന്നു. അതാണ് ഇയാളിലേക്ക് എത്താൻ മറ്റൊരു കാരണമായത്. പിന്നീട് ഇയാൾ ഒരു ബന്ധു വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആ ബന്ധു വീട്ടിൽ നിന്ന് കസ്റ്റഡിയെടുത്തു ഇയാളെ. പിന്നീട് ഇയാളെ കുറിച്ച് അറിയുമ്പോൾ ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. 8-ലധികം കേസുകൾ ഇയാൾക്കുണ്ട്. ഇയാൾ നേരത്തെയും ഒരു പെൺകുട്ടിയെ കൊച്ചിയിലെ ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായും വിവരമുണ്ട്. മാത്രമല്ല മുളക് പൊടി വിതറി അതിക്രമം നടത്തിയ പടനക്കാട് വെച്ച് നടത്തിയ കേസിലെ പ്രതി. ഇത്തരത്തിൽ നിരവധി കേസുകളിലെ പ്രതിയാണ്. മാത്രമല്ല ഇയാൾ ഒരു ലഹരിക്ക് അടിമയാണ്. ലഹരി കടത്ത് സംഘത്തിൽപ്പെട്ട ആളാണ്. അത്തരത്തിലും ഇയാൾക്കെതിരെ കേസുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിലെ ഒരു പ്രതിയാണ് ഈ സംഭവം നടത്തിയതെന്നും ഏതായാലും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഏതായാലും ഇത് ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ പ്രതിയുടെ കൃത്യമായ കോടതിയിൽ മറ്റ് തെളിവുകൾ ഹാജരാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ DNA പരിശോധനാ ഫലം ഉൾപ്പെടെ ശേഖരിച്ച് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം വരാൻ വേണ്ടി പോലീസ് കാത്തുകയാണ്. അത് എത്തിയാൽ ഉടൻ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവും. നിലവിൽ പോലീസ് ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും നൽകുന്നില്ല. എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ ഇയാൾ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എനിക്ക് തൊട്ട് പിറകിൽ കാണുന്ന ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതിയുള്ളത്. ഇവിടെ ഇപ്പോഴും പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തും. അവരെത്തിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഈ കേസിൽ നിർണായക തെളിവായ CCTV ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. പാർവതി, ബൈജു, മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് ഇയാൾ എത്തിയതെന്ന് വേണോ മനസ്സിലാക്കാൻ?
തീർച്ചയായും ഈ വീടും പരിസരവും കൃത്യമായി അറിയുന്ന അവിടെ തന്നെയുള്ള ഒരാളാണ്. ഇയാൾക്ക് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയാം. കാരണം ഈ കുട്ടി മുത്തച്ഛനൊപ്പമായിരുന്നു കിടന്നുറങ്ങിയത്. ഈ പുലർച്ചെ 2:30 പശുവിനെ കറക്കാനായി പുറത്തേക്ക് പോകും. അതൊക്കെ കൃത്യമായി ഈ പ്രതിക്ക് അറിയാമെന്ന് വേണം മനസ്സിലാക്കാൻ. ആ സമയത്ത് ഇയാൾ മുത്തച്ഛൻ പുറത്തുപോയ സമയത്ത് കൃത്യമായ മുൻവശത്തെ വാതിലിലൂടെ ഇയാൾ അകത്ത് കടക്കുന്നു. അകത്ത് കടന്നതിന് ശേഷം ഈ കുട്ടിയെയും കൊണ്ട് അടുക്കള ഭാഗത്തുകൂടി പിന്നിൽ പോകുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം ഇയാൾ ഈ രാത്രിയൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങുന്ന ഒരാളാണെന്നാണ് നാട്ടുകാർ പൊതുവെ പറയുന്നത്. കാരണം ഇയാൾ ലഹരിക്ക് അടിമയാണ്. ഇത്തരത്തിൽ 2 മണിക്കും 3 മണിക്കുമൊക്കെ ഇയാളെ ഈ പ്രദേശത്ത് കണ്ടു. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി മയക്കുമരുന്നിനെതിരെ, ഇത്തരത്തിൽ കഞ്ചാവ് മാഫിയക്കെതിരെ വലിയ നടപടികൾ ഉണ്ടാകുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം ജില്ലയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. പുതുതായി വന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ വേണ്ടത്ര കാര്യമായി ഇടപെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതും നാട്ടുകാർ അത്തരത്തിലുള്ള ഒരു പരാതി ഉന്നയിക്കുന്നുണ്ട്. മയക്കുമരുന്ന് കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടി ശക്തപ്പെടുത്തിയത് ഇപ്പോൾ കുറച്ച് കുറഞ്ഞു എന്നതായി കാണുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് മറ്റ് തിരക്കുകളിൽ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെട്ടപ്പോൾ ഈ കഞ്ചാവ് ലഹരി മാഫിയ സംഘങ്ങൾ തഴച്ചു വളരുന്ന ഒരു സാഹചര്യമാണ്. ഇയാൾ ഈ പാതിരാത്രിക്കൊക്കെ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഈ പോലീസ് നായ എത്തിയ ഈ സ്ഥലം, അതേ സ്ഥലത്ത് ഇയാളെ കണ്ടവരുണ്ട്. പെട്ടെന്ന് ഇയാൾ ഈ സംഭവം നടന്ന ബുധനാഴ്ച രാവിലെ മുതൽ ഇയാളെ കാണാതായതോടുകൂടിയാണ് ഇത്തരത്തിൽ സംശയം വന്നത്. ഇങ്ങനെ സംശയം വരുന്ന 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ നിന്നാണ് കുട്ടിയുടെ മൊഴിയും ഈ CCTV ദൃശ്യവും ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഈ പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്. എന്തായാലും DNA പരിശോധന ഫലം എത്തിയാൽ അപ്പോൾ തന്നെ ഇതിലൊരു സ്ഥിരീകരണം പോലീസ് നൽകും. അതിനാണ് പോലീസ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. പാർവതി. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഒരാൾ കസ്റ്റഡിയിലുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പ്രതിയെ ചോദ്യം ചെയ്യാനെത്തും. അതിനുശേഷമാകും പോലീസ് അടക്കം വിശദമായി ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുക. വിവരങ്ങൾ നൽകിയത് KV ബൈജു കാസർഗോഡ് നിന്നും. കൊച്ചിയിൽ നടുറോഡിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടായിസം. യാത്രക്കാരുള്ള ബസ്സിനുള്ളിൽ ജീവനക്കാർ പരസ്പരം തമ്മിലടിച്ചു. കൊച്ചി നേവൽ ബേസിന് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവമുണ്ടായത്. ബസ്സിനുള്ളിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. നവമി ദിനേശ് ഉണ്ട് കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. നവമി, മത്സരയോട്ടത്തിന് പുറമെയാണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ തമ്മിൽ തല്ല്. എന്താണ് ഈ ഒരു പ്രശ്നത്തിനിടയാക്കിയത്? പർവതി, കൊച്ചി നഗരത്തിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇപ്പോൾ പതിവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ സമയവുമായി ബന്ധപ്പെട്ട മത്സരയോട്ടം, അതിൽ നിരത്തിൽ പൊലിയുന്ന ജീവനുകളും ഇവരുടെ കയ്യിൽ നിന്ന് പൊലിയുന്ന ജീവനുകളും ഏറെയാണ്. ഇതിപ്പോൾ ഈ ബസ് ഡ്രൈവർമാർ കണ്ടക്ടർമാർ തമ്മിലുള്ളൊരു കൂട്ടയടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നേവൽ ബേസിന് സമീപത്ത് വെച്ചായിരുന്നു. വില്ലിംഗ്ടൺ പോലീസ് 6 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഇതിൽ ഈ 6 പേർക്കും പരസ്പരം ഉള്ള അടിയിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവറും ജാക്കിയും ഉപയോഗിച്ച് പരസ്പരം അടിക്കുകയും തലയടക്കം അടിച്ച് പൊളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു പരാതിക്കാരനായ ഒരു വ്യക്തി അനസ് ഇപ്പോൾ ആശുപത്രിയിലാണ്. എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ്. പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്: ഇന്നലെ രാത്രി 8 മണിയോടുകൂടി 2 ബസ്സുകൾ തമ്മിൽ, ഒരു പോട്ടേക്കാട് എന്നുള്ളൊരു ബസ്സും മറ്റൊരു ബസ്, ഇത് രണ്ടുപേരും ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന സമയത്ത്, ട്രിപ്പുമായി വരുന്ന യാത്രക്കാരുമായി വരുന്ന സമയത്ത് ഒരു ബസ് മറ്റൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ആ ബസ്സിലെ ചെറുതായി ഒന്ന് തട്ടുകയും ചെയ്തു. എന്നിട്ട് നിർത്താതെ പോയതിനെ തുടർന്ന് മറ്റൊരു ബസ് പുറകെ വന്ന്, അതായത് ഓവർടേക്ക് ചെയ്തു വന്ന് റോഡിൽ തന്നെ തടഞ്ഞു നിർത്തുകയും തട്ടിയിട്ട് പോയതിന് എന്തുകൊണ്ട് നിർത്തിയില്ല എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ഡ്രൈവർമാർ പരസ്പരം ആദ്യം അടികൂടിയത്. പിന്നീട് ഇത് വേണ്ട നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് കണ്ടക്ടർമാർ തമ്മിൽ
വാക്കുതർക്കമുണ്ടാവുകയും അത് വലിയൊരു അടിയിലേക്ക് കലാശിക്കുകയും ചെയ്തു. എന്തായാലും നടു റോഡിൽ വെച്ചാണ് രാത്രി 8 മണിക്ക് അതും യാത്രക്കാരുമായി പോയ ബസ്സിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉൾപ്പെടെ പരസ്പരം അടികൂടുന്ന ഈ ദൃശ്യങ്ങൾ. എന്തായാലും വെല്ലിംഗ്ടൺ ഐലൻഡ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ 6 പേരും ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതിൽ 2 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി 4 പേര് എവിടെയാണ്, ഏത് ആശുപത്രിയിലാണെന്ന് പോലീസിന് കൃത്യമായ വിവരം അറിയില്ല. എന്തായാലും ഈ 6 പേരെയും ആശുപത്രിവാസം വിട്ടതിനു ശേഷം അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കൊച്ചിയിൽ നടുറോഡിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടായിസം. യാത്രക്കാരുള്ള ബസ്സിൽ ജീവനക്കാർ തമ്മിലടിച്ചു. കൊച്ചി നേവൽ ബേസിന് സമീപം ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. വിവരങ്ങൾ നൽകിയത് നവമി ദിനേശ്. ഒരിടവേള. ഗോവിന്ദൻ മാസ്റ്റർ കുട്ടികളെ വാങ്ങിയിരുന്നില്ല. ഇത് സംബന്ധിച്ച ഒരു വിവരവും കുടുംബത്തിന് നൽകിയിരുന്നുമില്ല. ഇതേ തുടർന്നാണ് ആശുപത്രി അധികൃതരുമായി ഈ കുടുംബം ചർച്ച ചെയ്ത്. ഇതേ തുടർന്നാണ് ഈ ആശുപത്രിയിലെ ഒരു ഡോക്ടർക്ക് പറ്റിയ പിഴവാണ് ഇത്തരത്തിൽ ഈ ശസ്ത്രക്രിയ നടന്നതെന്ന വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും ആശുപത്രി അധികൃതർ ഈ കുടുംബത്തോട് നൽകിയ വിശദീകരണം എങ്ങനെയാണ്, ഈ കുട്ടിക്ക് കൈക്ക് ശസ്ത്രക്രിയയുണ്ട്. ഈ കുട്ടിയുടെ പിന്നാലെ അടുത്ത ശസ്ത്രക്രിയയ്ക്കായി കുറിച്ചിരുന്ന കുട്ടിക്ക് നാവിന് അടിയിലുള്ള ഒരു ചെറിയ ശസ്ത്രക്രിയയാണ്. സംസാരത്തിൽ ഉണ്ടാവുന്ന ചില പിഴവുകൾ, 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കുണ്ടാവുന്ന ചില പിഴവുകൾ പരിഹരിക്കുന്നതിനുള്ള ശസ്ത്രക്രിയയായിരുന്നു. പക്ഷേ ഡോക്ടർ കുറിപ്പടി എഴുതിയപ്പോൾ ഈ 4 വയസ്സുകാരി കുട്ടിയുടെ കുറിപ്പടിയിലാണ് ഈ നാക്കിന്റെ തകരാർ പരിഹരിക്കുന്നതിനുള്ള ശസ്ത്രക്രിയയെക്കുറിച്ച് എഴുതിയത്. പിന്നീട് ശസ്ത്രക്രിയ സ്ത്രീധന പീഡനങ്ങളിലെ നിലപാടിൽ പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് ആത്മഹത്യ ചെയ്ത നിയമ വിദ്യാർത്ഥിനി മുഫിയ പർവീണിന്റെ പിതാവ്. സ്ത്രീധന പീഡനങ്ങളിലെല്ലാം പോലീസിന് മെല്ലെപ്പോക്ക് നയമാണ്. പോലീസുകാർ പ്രതികളുടെ ബ്രോക്കർമാരാണ്. മകളുടെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ട് 1.5 വർഷമായിട്ടും പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും നിയമിച്ചില്ലെന്നും മുഫിയ പർവീണിന്റെ പിതാവ് ന്യൂസ് 18നോട് പറഞ്ഞു. ഭർത്താവും ഭർത്തൃവീട്ടുകാരും പീഡിപ്പിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയെന്നും ആരോപിച്ചാണ് മുഫിയ പർവീൺ 2021 ആത്മഹത്യ ചെയ്തത്. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് സ്ത്രീധന പീഡന കേസുകൾ പെരുകി വരികയാണ്. വിസ്മയ, ഉത്ര, മുഫിയ പർവീൺ, ഒടുവിൽ പന്തിരങ്കാവിലെ പെൺകുട്ടി. മൺമറഞ്ഞു പോയെങ്കിലും മകൾക്ക് വേണ്ടി നീതി ലഭിക്കാൻ ഇപ്പോഴും പോരാടുന്ന, കണ്ണീരുണങ്ങാത്ത ഒരു പിതാവ് നമ്മളോടൊപ്പമുണ്ട്. മുഫിയ പർവീണിന്റെ അച്ഛൻ. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് നീതി ലഭിക്കുന്നുണ്ടോ? നീതി ലഭിക്കുന്ന ഇടത്തേക്ക് അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളുടെ ഒരു ഫലം എത്തുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. 2.5 വർഷമായി അച്ഛൻ ഈ പോരാട്ടം തുടങ്ങിയിട്ട്. 2.5 വർഷമായിട്ട് മുഫിയയുടെ ഭർത്താവിൻ്റെ കുടുംബം ഇപ്പോഴും ജാമ്യത്തിൽ പുറത്തു നടക്കുന്ന ഒരു സാഹചര്യവുമാണ്. എന്താണ് ആ കേസിൻ്റെ ഒരു പുരോഗതി? 2021 നവംബർ 24 തീയതിയാണ് എൻ്റെ മോള് മരണപ്പെട്ടത്. അന്ന് മുതൽ ഈ നിമിഷം വരെയും നീതിക്ക് വേണ്ടി തന്നെ പോരാടുകയാണ്. അതിൽ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അതിൽ ഉന്നത വൃത്തങ്ങളിലുള്ള, അതായത് മന്ത്രിമാർ, ആ ലെവലിലുള്ള ആളുകളുടെ സഹായം നമുക്ക് നിലവിലുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് വന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഞാൻ അപ്പോയിൻറ്റ് ചെയ്ത് സർക്കാരിലേക്ക് എഴുതി കൊടുത്തത് രാജേഷ് മേനോൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനാണ്. അത് തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ വേറൊരു വക്കീലിൻ്റെ പേരാണ്, ഞാൻ ആ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ സർക്കാർ അയാളെ തിരുത്തി ഞാൻ പറഞ്ഞ ആളെ തന്നെ തന്നിട്ടുണ്ട് ഇപ്പം നിലവിൽ. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജുഡീഷ്യറി ഇവർക്ക് ജാമ്യം കൊടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക. കാര്യം നിയമങ്ങളൊക്കെ ആയിരിക്കാം. ഇപ്പം എൻ്റെ ഈ 1, 2, 3 പ്രതികൾ ഏകദേശം എനിക്ക് 40-50 ദിവസം കൊണ്ട് ജയിലിൽ കിടന്നുള്ളൂ. അത് പുറത്തിറങ്ങി നമുക്ക് നിരന്തരമായ ശല്യമാണ് അവർ. നിരന്തരമായ ശല്യം എന്ന് പറഞ്ഞാൽ അവനെ ഭീഷണിപ്പെടുത്തി, അവനെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഒരേ പ്രശ്നങ്ങളും എനിക്കും മകനും എൻ്റെ ഭാര്യയ്ക്കും എതിരെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുനരന്വേഷണം വേണമെന്ന് ഞാൻ സർക്കാരിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ 3 പ്രതികളല്ല എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അപ്പോൾ കൂടുതൽ തെളിവുകളൊക്കെ ആയിട്ട് കൊടുക്കണം
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുനരന്വേഷണം നടത്താൻ മിക്കവാറും ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഉൾപ്പെട്ട CL സുധീർ, അയാളിപ്പോൾ അർത്തിങ്കൽ SHO ജോലി ചെയ്യുന്നതാണ്. ഇപ്പം എന്താ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആളൊക്കെ ഇതിനകത്ത് പ്രതിപ്പട്ടിയിൽ വരേണ്ട ആളാണ്. ഞാൻ എൻ്റെ മകളുടെ പരാതി കൊടുത്തത് അന്നത്തെ റൂറൽ SP കാർത്തികിനാണ്. കാർത്തിക് അത് താഴത്തേക്ക് DYSPക്ക് അയച്ച്, DYSP ആണ് CIക്ക് അയക്കുന്നത്. ഈ CIക്ക് ഉള്ള ഉത്തരവാദിത്തം അതേ ഉത്തരവാദിത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം SPക്കും DYSPക്കും ഉള്ളത്. പക്ഷെ അവരൊക്കെ വിദഗ്ധമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതിനകത്ത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു. പറവൂർ സെഷൻസ് കോടതിയിലാണ് വിചാരണ തുടങ്ങാൻ പോകുന്നത്. വിചാരണ തുടങ്ങാൻ സമയമായപ്പോൾ 1-ാം പ്രതി ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അയാളെ ഈ പ്രതിപട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വിചാരണ കോടതിയിൽ ഇയാളുടെ അച്ഛനും അമ്മയും കേസ് കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒഴിവാക്കണം, 3 പ്രതികളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കൊടുത്തേക്കാണ്. അത് ഈ കോടതിയൊക്കെ സ്വീകരിക്കേണ്ട എന്തെങ്കിലും കാര്യമാണോ ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റിയ പരാതിയാണ് അതൊക്കെ. അപ്പോൾ അത് വിചാരണ, പക്ഷെ ഹൈക്കോടതി നമുക്കൊരു ഉപകാരം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തില്ല ഈ വിചാരണ. കുറ്റപത്രം സമർപ്പിച്ചിട്ട് 1 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. എനിക്കൊന്ന് 1.5 വർഷമെങ്കിലും ആയിട്ടുണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ പോലും ഇത്തരത്തിൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുകയോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തില്ല. ഇപ്പോൾ പന്തീരങ്കാവ് വിഷയത്തിലാണെങ്കിൽ പോലും CI മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യമുണ്ടായി, പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് പ്രതിക്ക് അനുകൂലമായി വരുന്നു. ഇവിടെയും അതേ സാഹചര്യം തന്നെ അഭിമുഖീകരിച്ചിട്ടാണ് അച്ഛൻ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനൊരു സാഹചര്യത്തിൽ ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു മെല്ലെപ്പോക്ക് നയം ഈ കേസിനെ സാരമായി ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു ചോദ്യമാണത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആ അച്ഛനും ഞാനും ഒരേ രീതിയിലാണ് പോലീസ് ഞങ്ങളോട് ബിഹേവ് ചെയ്തത്. ആ മോള് ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ മോള് ജീവിച്ചിരിക്കില്ല. അത് അത്ര വ്യത്യാസമുള്ളൂ. ആ പ്രതിയുടെ തോളത്ത് കൈയിട്ടതും അമ്മ പറയുന്നുണ്ട് ആ പ്രതിയുടെ തോളത്ത് കൈയിട്ട് നിൽക്കുന്നതും എല്ലാം ഇതും അവിടെ തന്നെ ഞങ്ങൾ ചെന്നപ്പോഴും അത് തന്നെയായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ പ്രതികളുണ്ടായില്ല. അതിന് ശേഷം 10 മിനിറ്റ് ശേഷമാണ് പ്രതികളും എല്ലാം കയറി വരുന്നതും. പ്രതികളും ഈ SHOയും കൂടിയാണ് ഞങ്ങളെ ശരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ SHO എന്ന് പറയുന്നവൻ ആ ഒരു കേസ് എടുത്താൽ മതിയായിരുന്നു. മോള് നിയമ വിദ്യാർത്ഥിയാണല്ലോ, അവളെല്ലാ കാര്യങ്ങളും അവൾ കൊടുത്തേക്കണത് വളരെ വ്യക്തമായിട്ടാണ്. എല്ലാ വകുപ്പുകളും ഏതൊക്കെയാണ് അയാളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊരു കേസ് എടുക്കേണ്ട ആവശ്യമുണ്ടായുള്ളൂ. അതിന് പകരം അയാൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു. അത് ശരിക്കും ബ്രോക്കർ പണിയാണ് ചെയ്തത്. അത് ഈ ഇപ്പോൾ പന്തീരാഘവ SHOയും ഇത് തന്നെ ബ്രോക്കർ പണി. അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞല്ലോ നിങ്ങൾ ഒരുമിച്ച് പോട്ടെ, കുഴപ്പമില്ല. അതുപോലെ തന്നെയാണ് ഇയാൾ ഞങ്ങളുടെ. അപ്പം ഞങ്ങൾ ആദ്യമേ പോലും പറഞ്ഞിട്ടുണ്ട് പരാതി കൊടുത്തപ്പോൾ ഇയാളായിട്ട് യാതൊരു ചർച്ചയ്ക്കില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇയാൾ സൈക്കോണ് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇയാളുടെ വിശ്വാസമില്ല. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ നോക്കാണ് നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ പരാതിയാണ് SPക്ക് കൊടുത്തത്. പക്ഷേ SPയും അന്ന് കൃത്യവിലോപം കാണിച്ച് DYSPയും കാണിച്ച് ഈ SHOയാണ് മുൻപന്തിൽ നിന്നത്. എങ്കിലും ഈ സംഭവം നടക്കുന്നത് രാവിലെ 21-ാം തീയതി രാവിലെ 10:30 മണിക്കാണ്. ഈ പരാതിയിൽ മകളുടെയും എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്പറുകൾ. എൻ്റെ വീട്ടിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 400 മീറ്റർ ഉള്ളൂ ഈ പോലീസ് സ്റ്റേഷനും എൻ്റെ വീടും തമ്മിൽ. ഈ DYSP എന്ന് പറയുന്നവന് ഞങ്ങളെ വിളിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ഈ SP എന്ന് പറയുന്നവനും എന്നെ വിളിക്കാം, അല്ലെങ്കിൽ മോളെ വിളിച്ചു ചോദിക്കാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അതൊന്നും വിളിച്ചില്ല. എൻ്റെ മോള് മരിക്കുന്നത് ഏകദേശം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് 4-നും 3:30ക്കും 4-നും അടക്കണം. എത്ര സമയം എൻ്റെ മോള് ജീവിച്ചിരുന്നു അവിടെ. അവള് എന്നോട് പറഞ്ഞതാണ് ഞാൻ ഈ പഠിക്കുന്ന നിയമം എല്ലാം വെറുതെയാണല്ലോ പപ്പ, പ്രതികളെയും എല്ലാം പോലീസുകാർ സംരക്ഷിക്കണേ. അപ്പം ഞാൻ ഒരുപാട് ആശ്വസിപ്പിച്ച് അതെല്ലാം ശരിയായിക്കോളും, നമുക്കത് നാളെ ആവട്ടെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവള് ആലോചിച്ചപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിണ്ടാവില്ല. കാരണം 3 വർഷം പഠിച്ചത് വെറുതെ ആയല്ലോ, ഇതാണ് നിയമം. അന്ന് ആ SHO എന്ന് പറയുന്ന നാറി അവൻ ആ കേസ് എടുത്താൽ മതിയായിരുന്നു. ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നു. പിന്നീടുള്ള നമ്മൾ കാണിക്കേണ്ടത്. പിന്നെ അവൻ പക്ക സൈക്കോണ്. സൈക്കോ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യാത്ത വൃത്തിയായിട്ട പ്രവൃത്തികൾ മുഴുവൻ ചെയ്യും. അവൻ്റെ പ്രവൃത്തികൾ അവന് എസ്പെഷ്യലി അവൻ 4-5 കൊല്ലം അവൻ ഇസ്ലാം മതം മാത്രം പഠിച്ചവനാണ്. അങ്ങനെ പഠിക്കാൻ പോയവനാണ്. അവനാണ് സൈക്കോ. ചോദിക്കണത് 40 ലക്ഷം രൂപ 50 ലക്ഷം രൂപ ചോദിക്കണതാണ് നമ്മുടെ അടുത്ത്. അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പ് മേടിക്ക്. മകൾ പഠിക്കാനായിട്ട് അങ്ങോട്ട് പോയി നിന്നിട്ട് അവൻ ഈ ഉപദ്രവം, ആ അമ്മ ഭയങ്കര ഉപദ്രവമായിരുന്നു. ഇവൻ്റെ സഹോദരി
അവളൊക്കെ ശരിക്കും പ്രതിയായി വരേണ്ടതാണ്. ഈ ഒന്നാം പ്രതിയുടെ സഹോദരിയൊക്കെ ശരിക്കും പ്രതികളാണ് അതിനകത്ത്. അവരൊക്കെ ശരിക്കും എൻ്റെ മോളെ ശരിക്കും ടോർച്ചർ ചെയ്തിട്ടുള്ള അവിടെ ഇട്ടു. മോള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞൊരു പുനരന്വേഷണം മിക്കവാറും നടക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലാണ് ഇത് മുഴുവൻ പ്രതികളും ഇതിനകത്താവുള്ളൂ. ഇപ്പോൾ എല്ലാവരും ജയിലിലിട്ടാലും എൻ്റെ മോൾക്ക് പകരമാവില്ല. എങ്കിലും ഒരു പുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആളുകൾക്ക് ഇതൊരു മാതൃകയാക്കി എടുക്കാം. ഞാൻ ഇന്നലെ ആ മന്ദിരാങ്കാവ് കൊച്ചിൻ്റെ അച്ഛനോട് പറഞ്ഞ് ഞാൻ 2.5 കൊല്ലം ഇത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ പുറകെ തന്നെയാണ്. നമ്മുടെ ആരോഗ്യം നശിക്കും, നമ്മുടെ സാമ്പത്തികം നശിക്കും. പ്രതികൾ ഫുള്ളായിട്ട് വലസ്. അവർക്കാണ് ശരിക്കും ഈ നിയമം മൂലം ഈ പ്രതികൾക്കാണ് എപ്പോഴും നല്ല അവസരം. വാദികൾക്ക് ഇരകൾക്ക് ഉണ്ടാവില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. സമാന്തര സംവിധാനങ്ങളെല്ലാം ഒപ്പമുണ്ടായിരുന്നു, പിന്തുണ തന്നിരുന്നു. ഇപ്പോൾ അതോറിറ്റി ആണെങ്കിലും വനിതാ കമ്മീഷൻ നേരിട്ട് ഇടപെട്ട കേസാണ്, അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ഇടപെട്ട കേസാണ്. ഇത്രയുമായിട്ടും 2.5-3 വർഷം വരെ ഒരു പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്തിട്ട്, അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്തിട്ട് 2.5 വർഷത്തിൽ അധികമാകുന്നു. അതിന് പിന്നാലെ നടക്കുന്ന ഈ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു നീതിയും ഇതുവരെയും എങ്ങൊന്നും ഉറപ്പാക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും അവനിപ്പോൾ എനിക്കെതിരെ എന്തോ 2-3 പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ മകനെതിരെ കൊടുത്തിട്ടുണ്ട്, എൻ്റെ വൈഫിനെതിരെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം വരുമ്പോൾ പോലീസ് രാജകല്ലിൽ സ്വീകരിച്ചിരുത്തി പരാതി പഠിച്ചിട്ട് ഞങ്ങൾക്കെതിരെ കേസെടുക്കണേ ഇവർ. നേരത്തെ പോയ CA നല്ല CA ആയിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞാൽ വരുമ്പോൾ അടുത്ത് പറയും നടപടിയില്ലാത്ത കേസാണെന്ന് പറഞ്ഞ് ഒഴിവാക്കും. കാരണം കള്ളപ്പരാതിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അപ്പോൾ ഇവൻ ലാസ്റ്റ് കൊടുത്തേക്കണമെന്ന് മകൻ കൊല്ലാൻ പോയി എന്ന് പറഞ്ഞു. ആജ്ഞ രവീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ 2.5 വർഷമായി ഈ കുടുംബത്തിന്റെ പോരാട്ടം തുടങ്ങിയിട്ട് വിചാരണയടക്കം അനന്തമായി നീളുന്നു. എന്താണ് കുടുംബത്തിന്റെ തുടർ നടപടി? പാർവതി, 2.5 വർഷം എന്ന് പറഞ്ഞാൽ നവംബർ 21-നാണ് 2021 നവംബർ 21 മുഫിയ പർവീൻ ആത്മഹത്യ ചെയ്തത്. സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ടാണ് മുഫിയ പർവീൻ ആത്മഹത്യ ചെയ്യുന്നത്. ആ സമയത്ത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ആ സമയത്ത് CI ആയിരുന്ന സുധീർ വളരെ മോശമായി പെരുമാറുകയും അതുപോലെ തന്നെ പ്രതിക്ക് കൂട്ടുനിൽക്കുന്ന പോലീസുകാരുടെ നിലപാടുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഈ സൂചനകളൊക്കെ വെച്ചുകൊണ്ടാണ് മുഫിയ പർവീൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2.5 വർഷം കഴിഞ്ഞു. അതായത് 1.5 വർഷത്തോളമായി ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ട് നാളിതുവരെ ഇതിനുള്ള മുന്നോട്ടുപോക്കുകൾ നീക്കുപോക്കുകൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മുഫിയ പർവീൻ്റെ ഫാദർ നമ്മളോട് പറഞ്ഞത്, പിതാവ് നമ്മളോട് പറയുന്നത്. അദ്ദേഹം 2.5 വർഷമായി തൻ്റെ മകൾക്ക് വേണ്ടി ജീവൻ ഒടുക്കിയ തൻ്റെ മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ ഒരു സ്ത്രീധന പീഡന കേസിൽ ആ സ്ത്രീ മരിക്കുന്നതിൽ കൂടുതൽ ഇനി എന്ത് സംഭവിക്കാനാണ് എന്നുള്ള ചോദ്യമാണ് ഉയർത്തേണ്ടിയിരിക്കുന്നത്. കാരണം ഇതിനപ്പുറത്തേക്ക് അതിൻ്റെ എക്സ്ട്രീമാണ്, അതിൻ്റെ എൻഡാണത്. എന്നിട്ട് പോലും ഇത്തരം കാര്യങ്ങളിൽ നടപടി ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മുന്നിൽ നിരവധി കേസുകളുണ്ട്. വിസ്മയുണ്ട്, ഉത്രയുണ്ട്, അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സ്ത്രീധന ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ ആത്മഹത്യ, അത് വിവാഹത്തിൽ എത്തിയില്ലെങ്കിൽ പോലും ഇങ്ങനെ നമ്മൾ വിരൽ എണ്ണി പറയുന്ന കേസുകളാണെങ്കിൽ പോലും അനവധി കേസുകളാണ്. അല്ലെങ്കിൽ പുറത്തു പറയാൻ മടിക്കുന്ന നിരവധി കേസുകളാണ്. ഒരുപക്ഷെ മരണം കൊണ്ട് മാത്രം ലോകം അറിയുന്ന കേസുകളാണ് നമ്മുടെ മുന്നിൽ, നമ്മുടെ ചുറ്റുമുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു നിയമം നിലനിൽക്കുമ്പോഴും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരവും അതല്ലെങ്കിൽ കുറ്റവാളികൾക്ക് ജയിൽ ശിക്ഷ 10 വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കുന്ന തരത്തിലുള്ള അത്ര വലിയ ശിക്ഷകളായിട്ട് കൂടി ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം കൂടി ശിക്ഷാ നടപടികൾ വേഗത്തിലാകുന്നില്ല, അല്ലെങ്കിൽ പ്രതികൾക്ക് കൃത്യസമയത്ത് വേണ്ട സമയത്ത് അർഹിക്കുന്ന ശിക്ഷ നൽകുന്നില്ല എന്നൊരു കാരണം കൂടി പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തന്നെ കേട്ടതാണ്, മുഫിയയുടെ പിതാവ് പറയുന്നത് നമ്മളോട്. സമാന്തര സംവിധാനങ്ങളൊപ്പം ഉണ്ടായിരുന്നു, മന്ത്രിമാരുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ ഇവിടെയുമൊക്കെ ഈ കേസിന്റെ കാര്യത്തിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. വനിതാ കമ്മീഷൻ ഇടപെട്ടു, മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ കേസിൽ ഒരു
പബ്ലിക് പ്രോസിക്യൂട്ടറെ അവർ നൽകിയിട്ടില്ല എന്നുള്ള ഒരു വലിയ ആരോപണമാണ് മുഫിയയുടെ പിതാവ് മുഫിയ പർവീൻ കേസിൽ വിചാരണ അനന്തമായി നീളുന്നു. ഇതിൽ വിമർശനം ഉന്നയിക്കുകയാണ് മുഫിയ പർവീന്റെ പിതാവ്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ. മറ്റൊരു വാർത്ത കൂടി നോക്കാം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഇന്റർപോളാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയത്. പ്രതി വിദേശത്തേക്ക് കടന്നതായി സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. MS അനീഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഇയാൾ വിദേശത്തേക്ക് കടന്നുവെന്നാണോ നിഗമനം? പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? ഇത് സ്ഥിരീകരിക്കുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ താൻ വിദേശത്താണ്, പക്ഷേ ഏത് സ്ഥലത്താണ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് രാഹുൽ വ്യക്തമാക്കിയത്. എന്തായാലും ലുക്കൌട്ട് നോട്ടീസ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെയും രാജ്യത്തെയും ഒരു വിമാനത്താവളങ്ങൾ വഴിയും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ ശേഷം രാഹുൽ പുറത്തേക്ക് കടന്നിട്ടില്ല എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചു. അതിനു മുമ്പ് കടന്നിട്ടുണ്ടോ എന്നറിയാനായി ഏജൻസികളുടെ സഹായം പോലീസ് തേടുന്നുമുണ്ട്. പക്ഷേ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ബംഗളൂരുവിൽ നിന്നും സിംഗപ്പൂരിലെത്തുകയും അവിടെ നിന്ന് പിന്നീട് ജർമ്മനിയിലേക്ക് പോവുകയും ചെയ്തു എന്ന് പോലീസ് ഏതാണ്ട് കണ്ടെത്തിയിരിക്കുന്ന ഏതാണ്ട് സ്ഥിരീകരണം ഇതിന് ലഭിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്റർപോളിനും വഴി ബ്ലൂ കോർണർ നോട്ടീസ് അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏതാണ്ട് ബ്ലൂ കോർണർ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒപ്പം ഈ രാഹുലിൻ്റെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള അക്കൗണ്ടുകൾ, ഈ ജർമ്മനിയിലുള്ള അക്കൗണ്ടുകളും മറ്റുമൊക്കെ മരവിപ്പിക്കുന്നതിനുള്ള നീക്കം നയതന്ത്ര തലത്തിലൊക്കെ ഇനി കൈക്കൊള്ളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാഹുലിനെ നാട്ടിലെത്തിക്കുന്നതിനുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി അമ്മയും സഹോദരിയും ഒക്കെ കസ്റ്റഡിയിലെടുക്കുന്നതിനുള്ളൊരു നീക്കങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. ഇവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പോലീസ്. പക്ഷേ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഇന്റർപോളാണ് നോട്ടീസ് പുറത്തിറക്കിയത്. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ. ഫോർട്ട് കൊച്ചി കൊലപാതകം മുൻ വൈരാഗ്യമെന്നുറപ്പിച്ച് പോലീസ്. പ്രതി അലൻ ജോസ് ലഹരിമരുന്നിന് അടിമയായിരുന്നു. അലൻ ജോസിനെ കൊല്ലപ്പെട്ട ബിനോയ് ചികിത്സയ്ക്ക് കൊണ്ടുപോയിരുന്നു. തന്നെ ബിനോയ് സമൂഹത്തിന് മുന്നിൽ മാനസിക രോഗിയായി ചിത്രീകരിച്ചു എന്നാണ് അലന്റെ ആരോപണം. അലനെ ഇന്ന് തോപ്പുംപടി കോടതിയിൽ ഹാജരാക്കും. നവമി, തുടർ നടപടി എങ്ങനെയാണ്? പാർവതി, കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ തീരുമാനം. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയടക്കം കണ്ടെത്തേണ്ടതുണ്ട്. ഇത് തോപ്പുംപടിയിലെ വീടിന്റെ സമീപത്ത് നിന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ തീരുമാനം. കാരണം അവിടെ നിന്നാണ് അലനെ പോലീസ് പിടികൂടിയത്. എന്തായാലും മുൻ വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അലൻ ഇന്നലെ തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു. അതായത് സംഭവം ഇങ്ങനെയാണ്. ഈ അലനും ബിനോയും പരിചയക്കാരാണ്, ഒരേ നാട്ടുകാരാണ്. ഈ സമയത്ത് ബിനോയുടെ ഭാര്യ ഒരു കൗൺസിലർ കൂടിയാണ്. അവർ ഈ സൈക്കോളജി, ഇത്തരത്തിൽ ലഹരി വിമുക്ത നേടുന്നതിനു വേണ്ടിയും അല്ലെങ്കിൽ മാനസികമായി ഏതെങ്കിലും തരത്തിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈക്യാട്രി തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് ബിനോയുടെ ഭാര്യ. ഈ ബിനോയും ഭാര്യയും കൂടിയാണ് അലനെ, ഇത്തരത്തിൽ ലഹരിക്ക് അടിമയായ അലനെ തമിഴ്നാട്ടിലെ ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത്. ഇതിനുശേഷം അലൻ തിരികെ എത്തിയത് കഴിഞ്ഞ മാസമായിരുന്നു. ആ സമയം മുതൽ തന്നെ നാട്ടുകാരെല്ലാവരും തന്നെ മാനസിക രോഗിയായി ചിത്രീകരിക്കുന്നു. തനിക്ക് മാനസിക രോഗമുണ്ടെന്ന് നാട്ടിൽ പറയുകയും ചെയ്തു. ഇത് അലന് വളരെ രീതിയിൽ മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് പലതവണ ബിനോയിയായി ഒരു വാക്കുതർക്കം നിലനിന്നിരുന്നു. ഇതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ് ഇത്തരത്തിൽ രാത്രി കടയിലെത്തി ബിനോയിനെ കുത്തി കൊലപ്പെടുത്തുന്നത്. 20ഓളം കുത്തുകൾ ബിനോയുടെ ദേഹത്തുണ്ടെന്നാണ് പോലീസിന് മനസ്സിലായത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്കിത് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. ഈ രാത്രി സമയം, നല്ല മഴയുള്ള രാത്രി സമയമായതിനാൽ നാട്ടുകാരൊന്നും ഈ ബിനോയ് ഒച്ച വെച്ചതൊന്നും കേട്ടില്ല. പിന്നീട് രക്തം റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്നത് കണ്ടാണ് നാട്ടുകാരെത്തി ബിനോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. അലനെ രാത്രിയോട് കൂടി തന്നെ പോലീസ് അലന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരമാണ് തോപ്പുംപടി ഭാഗത്തുള്ള വീടിന് സമീപത്ത് വെച്ച് അലനെ പിടികൂടിയത്. എന്തായാലും ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് ബിനോയിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് അലൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. തോപ്പുംപടി കൊലപാതകത്തിൽ പ്രതി അലനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങൾ നൽകിയത് നവമി ദിനേശ്.
കരുവന്നൂർ കേസിൽ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വത്തുവകകൾ ലേലം ചെയ്ത് നിക്ഷേപകർക്ക് നൽകണമെന്ന ഹർജി PMLA കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കണ്ടുകെട്ടിയ 108 കോടി നിക്ഷേപകർക്ക് നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ED കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകണം. നിക്ഷേപകരുടെ ആവശ്യത്തിൽ പ്രതിഭാഗത്തിന്റെ വാദവും ഇന്ന് നടക്കും. കൊച്ചി പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ പ്രതിയായ യുവതിയുടെ ആൺ സുഹൃത്തിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കും. തൃശൂർ സ്വദേശിയായ റഫീഖിനെതിരെ ഇന്നലെയാണ് യുവതി തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിൽ പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. നവമി ദിനേശുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. നവമി, ഇയാളെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? ഒപ്പം യുവതിയെ എപ്പോൾ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസിന്റെ നീക്കം? പാർവതി, യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുക എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും അന്ന് ഈ പ്രസവം വീട്ടിൽ തന്നെ വേണ്ട രീതിയിലുള്ള ചികിത്സയൊന്നും ലഭിക്കാതെ യുവതി സ്വയം ഒരു കുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു. ഇതിനെ തുടർന്ന് അണുബാധയടക്കം ഉണ്ടാക്കുകയും പിന്നെ മാനസികമായിട്ടുള്ള ഒരു വളരെ മോശം അവസ്ഥയിലായിരുന്നു യുവതിയെ അന്ന് പോലീസ് കണ്ടെത്തിയത്. ഇതിനെ തുടർന്നായിരുന്നു എറണാകുളത്തെ ജനറൽ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയത്. ഇപ്പോഴും പെൺകുട്ടി ആശുപത്രിയിൽ തന്നെയാണ്. ആരോഗ്യനില വീണ്ടെടുത്തിട്ടില്ല. വീണ്ടെടുത്തതിന് ശേഷമായിരിക്കും മെഡിക്കൽ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും പെൺകുട്ടിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. മറ്റൊരു കാര്യം, ഈ തുടക്കത്തിൽ തന്നെ തൃശൂരിലുള്ള ഒരു യുവാവുമായി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു യുവാവിൽ നിന്നാണ് താൻ ഗർഭിണിയായതെന്ന് പെൺകുട്ടി കുറ്റസമ്മതം നടത്തിയിരുന്നു. പക്ഷേ ആ യുവാവിനെതിരെ ആദ്യഘട്ടത്തിലൊന്നും പരാതി നൽകാൻ പെൺകുട്ടി തയ്യാറായിരുന്നില്ല. എന്തായാലും ഇന്നലെയാണ് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. തൃശൂരിലുള്ള റഫീഖ് മൊയ്തീൻ എന്ന യുവാവ് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. അയാളിൽ നിന്നാണ് താൻ ഗർഭിണിയായത്. തന്റെ ഗർഭം അറിയിച്ചപ്പോൾ അയാൾ മുങ്ങുകയായിരുന്നു. തന്നെ പിന്നെ ബ്ലോക്ക് ചെയ്ത് തന്നുമായിട്ടുള്ളൊരു കോണ്ടാക്ട് ഒന്നും വെക്കാത്ത രീതിയിലേക്ക് മാറിയിരുന്നു എന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും എത്രയും വേഗം ഈ റഫീഖിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ റഫീഖിനെ കണ്ടെത്തി കസ്റ്റഡിയിൽ വാങ്ങി പിന്നീട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. തൃശൂരാണ് റഫീഖ്. പോലീസ് റഫീഖിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. പാർവതി, പനമ്പള്ളി നഗർ സംഭവത്തിൽ യുവതിയുടെ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കും. വിവരങ്ങൾ നൽകിയത് നവമി ദിനേശ്. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകി. ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചെന്ന മേയറുടെ പരാതിയിലാണ് നടപടി. വിനോദുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. വിനോദ്, എപ്പോഴാകും മൊഴിയെടുക്കുക? ഇതിൽ തീരുമാനമായിട്ടുണ്ടോ? പാർവതി, നേരത്തെ തന്നെ മേയറിൽ നിന്ന് പോലീസ് വിശദാംശങ്ങൾ തേടിയിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതിയുടെ അനുമതിയോടുകൂടി 164 രേഖപ്പെടുത്താനുള്ള തീരുമാനം. ഇതിൽ ഡ്രൈവർ യദു അശ്ലീലാംഗ്യം കാണിച്ചുവെന്ന മേയറുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. അന്വേഷണം തുടരുകയാണ്. നേരത്തെ തന്നെ മെമ്മറി കാർഡ്, ബസ്സിനുള്ളിലെ CCTVയുടെ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് മേയറുടെ അറിവോടുകൂടി ഊരിമാറ്റി, CPM നേതൃത്വത്തിന്റെ അറിവോടുകൂടി ഊരിമാറ്റിയെന്ന് യദുവും യദുവിന് അതിൽ ഇടപെടലുണ്ട് എന്ന ആരോപണം മറുവശത്തു നിന്നും വരുന്നുണ്ട്. അതിന്റെ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. റോഡിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. അതിൽ ഈ ബസ് അപകടകരമായ രീതിയിൽ സഞ്ചരിച്ചിട്ടുണ്ടോ എന്നതടക്കം ഉള്ള കാര്യങ്ങളാണ് പരിശോധിച്ചത്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള പോലീസിന്റെ തീരുമാനം. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകി. വിവരങ്ങൾ നൽകിയത് VV വിനോദ്. ഒരിടവേള കൂടി. എത്തിയപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിയപ്പോഴേക്കും ആ ഡോക്ടർ ഈ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് കുട്ടിയെ പരിശോധിച്ചത്. അപ്പോൾ യാദൃച്ഛികമെന്നവണ്ണം ഈ പ്രവേശിപ്പിക്കപ്പെട്ട 4 വയസ്സുകാരിക്കും ഈ സമാനമായ പ്രശ്നം നാക്കിൽ ഉണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ വളരെ മൈനറായ, വളരെ ലഘുവായ ഒരു ശസ്ത്രക്രിയയാണ്. അത് അപ്പോൾ തന്നെ നടത്തുകയും കുട്ടിയെ വാർഡിലേക്ക് വിടുകയുമായിരുന്നു. അവിടെ എത്തി കുടുംബം പരിശോധിച്ചപ്പോഴാണ് ഇത്തരമൊരു തകരാർ സംഭവിച്ചത്. കുടുംബം ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ പിന്നീട് കൈയുടെ ശസ്ത്രക്രിയ നടത്തി ആ 6ാം വിരൽ നീക്കം ചെയ്യുകയും
ചെയ്തിട്ടുണ്ട്. എന്തായാലും കുടുംബത്തോട് ഡോക്ടർമാർ പറഞ്ഞ് മനസ്സിലാക്കി ഈ 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വരുന്ന ഈ നാക്കിനുള്ള തകരാർ ഈ 4 വയസ്സുകാരി കുട്ടിക്കും ഉണ്ടായിരുന്നുവെന്ന് പറയുകയും അവർക്കത് മനസ്സിലാവുകയും ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ മാറിയാണ് ആ ശസ്ത്രക്രിയ ചെയ്തതെങ്കിൽ പോലും കുട്ടിയുടെ ഒരു തകരാർ പരിഹരിക്കപ്പെട്ടു എന്ന ഒരു ആശ്വാസത്തിൽ ആ കുടുംബത്തിന് ഇപ്പോൾ പരാതി ഇല്ല എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഡോക്ടർമാർക്ക് ഈ രോഗികളുമായി അല്ലെങ്കിൽ രോഗിയുടെ കുടുംബവുമായി നടത്തുന്ന ആശയവിനിമയത്തിലുണ്ടായ തകരാറാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് പറഞ്ഞു. ഒപ്പം ഈ അവയവം മാറിയാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഈ കുടുംബത്തിന് മാപ്പെഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ പരിഗണിച്ചാണ് കുടുംബം നിയമ നടപടികളുമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരമായ ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചിരിക്കുകയാണ്. അവയവം മാറി ശസ്ത്രക്രിയ നടത്തി. കയ്യിലെ ശസ്ത്രക്രിയക്കെത്തിയ 4 വയസ്സുകാരിക്ക് നാവിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട പരസ്യ പ്രചരണം നാളെ അവസാനിക്കാനിരിക്കെ പ്രചരണം ശക്തമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഇന്ന് മുംബൈയിലാണ്. റായ്ബറേലിയിൽ പ്രചാരണത്തിനെത്തുന്ന സോണിയാഗാന്ധി SP അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി വേദി പങ്കിടും. രാകേഷ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. രാകേഷ്, പ്രമുഖർ ജനവിധി തേടുന്നു. 5ാം ഘട്ടത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ്. പ്രചരണം അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടൽ? പാർവതി, 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് 49 മണ്ഡലങ്ങളാണ്. അതായത് 6 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അങ്ങനെ 49 മണ്ഡലങ്ങൾ. ഇതോടുകൂടി 400-ലധികം സീറ്റുകളിലെ വോട്ടെടുപ്പ് പൂർത്തിയാവുകയാണ്. ഏതായാലും വലിയ പ്രചാരണം ശക്തമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിലാണുള്ളത്. ഒപ്പം അരവിന്ദ് കെജ്രിവാളും ഇന്ന് മുംബൈയിലുണ്ട്. കാരണം മഹാരാഷ്ട്രയിലെ 48-ൽ അവസാനഘട്ട വോട്ടെടുപ്പാണ് നടക്കുന്നത്. 13 മണ്ഡലങ്ങളിലേക്കാണ് 20-ാം തീയതി ജനവിധി തേടുന്നത്. അപ്പോൾ മുംബൈ നഗരപ്രദേശങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ശിവസേനകൾ തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. കാരണം ശിവസേനയുടെ ശക്തി കേന്ദ്രമാണ് മുംബൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. പ്രത്യേകിച്ച് ഈ 13 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളും മുംബൈ മേഖലയിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ആരാണ് യഥാർത്ഥ ശിവസേന എന്ന് തെളിയിക്കാൻ കഴിയുന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. ഒപ്പം വരാനിരിക്കുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ജനവിധി പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതായാലും മുംബൈയിലാണുള്ളത്. ഒപ്പം MNS നേതാവ് രാജ് താക്കറെയുമായി പ്രധാനമന്ത്രി വേദി പങ്കിടുകയും ചെയ്യുന്നുണ്ട്. കേജ്രിവാൾ ഇന്ന് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മുംബൈ നഗരത്തിൽ പ്രചാരണം നടത്തുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ഒപ്പം ഉദ്ധവ് താക്കറെ, ശരത് പവാർ തുടങ്ങിയ നേതാക്കളും കേജ്രിവാളുമായി വേദി പങ്കിടും. UP-യിലേക്ക് വന്നാൽ UP-യിൽ 14 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായ അല്ലെങ്കിൽ VIP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന റായ്ബറേലി, അമേഠി, ഒപ്പം തന്നെ ലക്നൌ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. റായ്ബറേലിയിൽ ഏതായാലും സോണിയാഗാന്ധി ഇന്ന് പ്രചാരണത്തെത്തുന്നു. സോണിയാഗാന്ധി ഏറെ കാലം പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയാണ് റായ്ബറേലി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യമായാണ് അവിടെ സോണിയാഗാന്ധി പ്രചാരണത്തിന് എത്തുകയും ചെയ്യുന്നത്. ഒപ്പം അമിത്ഷാ മണ്ഡലത്തിലുണ്ട്. ഈ ആഴ്ച അമിത്ഷാ 2ാം തവണയാണ് റായ്ബറേലിയിൽ എത്തുന്നത്. അപ്പോൾ റായ്ബറേലി പിടിക്കുക എന്ന ലക്ഷ്യം BJPക്കുമുണ്ട്. ഏതായാലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. 49 മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണം ഏതായാലും നാളെ അവസാനിക്കും. പാർവതി, രാകേഷ് തുടരണം. മറ്റൊരു വാർത്തയിൽ കൂടി വിശദാംശങ്ങൾ തേടാനുണ്ട്. ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മാലിവാളിനെ ആക്രമിച്ചെന്ന പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വിഭവ് കുമാറിനെ ഡൽഹി പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. സ്വാതിയുടെ പരാതിയിൽ വിഭവിനെതിരെ കേസെടുത്തിരുന്നു. ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വനിതാ കമ്മീഷനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. രാകേഷ് തന്നെയാണ് വിവരങ്ങൾ നൽകുന്നത്. രാകേഷ്, സ്വാതിയുടെ പരാതി BJP ആയുധമാക്കുകയാണോ? പാർവതി, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം വലിയ പ്രതിഷേധമാണ് BJPയുടെ ഭാഗത്തുനിന്ന്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണം. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറിയാണ് വിഭവ് കുമാർ. അപ്പോൾ രാജി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് BJP നടത്തുന്നത്. പ്രത്യേകിച്ച് 25-ാം തീയതിയാണ് 7 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഡൽഹിയിൽ നടക്കുന്നത്. അപ്പോൾ അതിന് തൊട്ടു മുമ്പ് ഒരു വീണ് കിട്ടിയ അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ് BJP. ഏതായാലും സ്വാതി മാലിവാളിന്റെ പരാതിയിൽ ഇന്നലെ വിശദമായി ചോദ്യം ചെയ്യൽ, ഇന്നലെ സ്വാതി മാലിവാളിന്റെ മൊഴിയെടുക്കൽ ഇന്നലെ നടന്നിരുന്നു. ഇന്നലെ അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്കും സ്വാതി മാലിവാളിനെ വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഭവ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്വാതി മാലിവാൾ പറഞ്ഞിരിക്കുന്നത് തന്റെ വയറിൽ ചവിട്ടി, ഒപ്പം തന്നെ മർദ്ദിച്ചു തുടങ്ങിയ കാര്യങ്ങൾ സ്വാതി മാലിവാൾ പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിഭവ് കുമാറിനെതിരെ കേസെടുത്തത്. സ്വാഭാവികമായും ഇന്നോ നാളെയായി വിഭവ് കുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. പ്രത്യേകിച്ച് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്
ഈ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത്. ഒപ്പം ദേശീയ വനിതാ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് 11 മണിക്ക് ഹാജരാകാനാണ് ഇപ്പോൾ ബിബോ കുമാറിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ബിബോ കുമാർ ഹാജരാകുമെന്ന കാര്യത്തിൽ ഏതായാലും വ്യക്തതയില്ല. പാർവതി. ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മാലിവാളിനെ ആക്രമിച്ചെന്ന പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ER രാഗേഷ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. കുടുംബത്തിന്റെ പരാതിയിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസണെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരുന്നു. ഡോക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. MS അനീഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. അനീഷ്, തുടർ നടപടി എന്താകും? ഇന്ന് തന്നെ കുട്ടിയുടെ അമ്മയുടെ മൊഴിയെടുക്കുമെന്നാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ ആദ്യഘട്ടത്തിൽ ഇവർ ഈ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഈ കുട്ടിയുടെ നാക്കിനടിയിൽ ഒരു ചെറിയ കെട്ടുണ്ട്, ആ കെട്ട് മാറ്റുന്നത് അനിവാര്യമായതിനാലാണ് പെട്ടെന്ന് ആ ശസ്ത്രക്രിയ ചെയ്തതെന്ന വിശദീകരണമാണ് നൽകിയത്. എന്നാൽ കുടുംബം പൂർണ്ണമായും ആ വാദം തള്ളുകയാണ്. കുട്ടിക്ക് ഇത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഈ ഡോക്ടർ സ്വയം ന്യായീകരിക്കുന്നതിനായി ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തനിക്ക് പിഴവ് പറ്റിയെന്നും ഭാവിയിൽ കുട്ടിക്ക് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നും ഡോക്ടർ മാപ്പ് അപേക്ഷയോടൊപ്പം എഴുതി നൽകുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയ കുടുംബം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരിക്കുന്നത്. ആശുപത്രിയിൽ ഒരു ആഭ്യന്തര അന്വേഷണം ഡോക്ടർക്കെതിരെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഡോക്ടറെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുമെന്നാണ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചത്. ഒപ്പം സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ കൃത്യമായ നടപടിയെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ബാലാവകാശ കമ്മീഷൻ അടക്കം ആരോഗ്യവകുപ്പിനോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനാണ് കുടുംബത്തിന്റെ തീരുമാനം. പാർവതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ തുടർ നടപടിയുണ്ടാകും. വിവരങ്ങൾ നൽകിയത് MS അനീഷ് കുമാർ. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച മലപ്പുറം മുന്നിയൂർ പഞ്ചായത്തിൽ സത്വര നടപടികളാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പ് അധികൃതരും കൈക്കൊള്ളുന്നത്. പുഴയിൽ കുളിച്ചവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് എന്തെങ്കിലും രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താനാണ് ആദ്യ ശ്രമം. നിലവിൽ പ്രദേശത്ത് ആശങ്കയുള്ള സാഹചര്യം ഇല്ലെന്നാണ് പൊതുവിലയിരുത്തൽ. ആദ്യമായിട്ടാണ് അമീബിക് മെനിഞ്ചൈറ്റിസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ മുന്നിയൂർ ഗ്രാമം ഒന്നാകെ ആശങ്കയിലാണ്. ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്ന കാര്യം ആലോചിക്കുവാൻ മുന്നിയൂർ പഞ്ചായത്തിൽ അധികൃതർ യോഗം ചേർന്നു. യോഗത്തിന് ശേഷം നമ്മോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ്, മെഡിക്കൽ ഓഫീസറെല്ലാം ചേരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയാണ്. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു അസുഖം നമ്മളെ പരിസരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ അടിയന്തരമായി ചെയ്യാൻ തീരുമാനിച്ചത്? ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അസുഖം നമ്മളെ പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ തന്നെ ഭയങ്കര ആശങ്കയിലായി. തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ഇവിടെ മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ളൊരു വിപുലമായിട്ടുള്ളൊരു മീറ്റിംഗ് കൂടിയതാണ് പഞ്ചായത്ത് ഓഫീസിൽ. എല്ലാ ആളുകളും വന്ന് ആ സമയത്തൊന്നും നമ്മളിത് അറിയുന്നില്ല. ഇന്നലെ രാവിലെയാണ് നമ്മളിത് അറിയുന്നത്. മൂന്നൂർ പഞ്ചായത്തിലെ 18-ാം വാർഡിലെ പാറക്കൽ കടവിൽ കുളിച്ചൊരു കുട്ടിക്കാണ് ഈ അസുഖം ബാധിച്ചത്. അവര് ചെമ്മാട് ക്ലിനിക്കിൽ 2 തവണ കാണിച്ചു. അതിനുശേഷം ഭേദമാവാഞ്ഞിട്ട് ചേളാരി DMH ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടുന്നാണ് അവര് റെഫർ ചെയ്തത്. അവിടെ നിന്ന് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ. പിന്നെ നമ്മളെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവര്. പിന്നെ എല്ലാവരും അതീവ ജാഗ്രതയിൽ തന്നെ ആ ഭാഗം മൊത്തം പുഴയിലേക്ക് ഇറങ്ങരുത് എന്നും അവിടെ 4ഓളം കടവുണ്ട്, ആ കടവിലേക്ക് ഇറങ്ങരുത് എന്നും പിന്നെ ക്ലോറിനേഷൻ ആ തൊട്ടടുത്ത കിണറുകളിലൊക്കെ ക്ലോറിനേഷൻ ചെയ്തു. അവിടെയൊക്കെ പിന്നെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ആ സമയത്ത് കുളിച്ച എല്ലാവരോടും എന്തെങ്കിലും പിന്നെ അസുഖത്തിന്റെ ഇത് കാണുന്നുണ്ടെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്താനും അവിടുന്ന് 2-3 ആളുകളുടെ ഫോൺ നമ്പർ സഹിതം എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഇട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പിന്നെ ക്ലോറിനേഷനും എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഭയാശങ്കപ്പെടേണ്ട എന്നുള്ള ഇതാണ്. ഇപ്പം മഴ പെയ്തതിനെ തുടർന്ന് വെള്ളം ഒലിക്കൽ തുടങ്ങിയെന്ന് എന്നുള്ളതാണ്. ഇത് മൂക്കിലേക്കൂടെയാണ് ഈ ഇത് അണുബാധ തലച്ചോറിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും പിന്നെ ഞങ്ങളിപ്പോൾ ഒരു മൈക്ക് അനൗൺസ്മെന്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. കടലോണ്ടിപ്പുഴ പാറക്കടവ് തൊട്ട് ചുഴലി ഭാഗം, കുന്നത്തുപറമ്പ്, അതുപോലെ കളിയാട്ടമുക്ക്, മണ്ണട്ടാമ്പാറ ഈ പ്രദേശങ്ങളിൽ ഒരു പിന്നെ മൈക്ക് അനൗൺസും കൂടി ചെയ്യാൻ
സാർ, ഇപ്പോൾ ഈ ഒരു സ്ഥിതി എത്രമാത്രം ആശങ്ക ഉണ്ടാകുന്നതാണ്? കാരണം ആദ്യമായിട്ടാണ് ഒരു അസുഖം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഈ ഒരു അസുഖം അമീബിക് മെനിങ്കോ എൻകഫലൈറ്റിസ് ആണ്. മസ്തിഷ്ക ജ്വരമാണ്. അത് ഒരു അമീബ പരത്തുന്ന രോഗമാണ്. അത് കേരളത്തിൽ ഇതിനു മുമ്പ് 4 പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തത്. ആലപ്പുഴയിലൊരു കുട്ടി മരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇന്നലെ അറിഞ്ഞ ഭാഗം തന്നെ ആൾക്കാരോട് ഇത്രയൊരു അസുഖം, ഒരു അറിയാത്ത അസുഖം വരുമ്പോൾ ആൾക്കാർക്ക് ഒരു ഭയങ്കര ആശങ്ക ഉണ്ടാവുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടി കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് മനുഷ്യന് ഇപ്പോൾ കോവിഡ് മാതിരി മനുഷ്യന് പരക്കുന്ന രോഗമല്ല. ഇത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, ചൂടുള്ള വെള്ളത്തിൽ മൂക്കിലൂടെ തരിപ്പിലൂടെ കയറുന്ന ഒരു അമീബയാണ്, ഒരു രോഗാണുവാണ്. അത് തലച്ചോറിനെ നമ്മുടെ ആവരണത്തിനെ, മെനിഞ്ചസിനെ ബാധിച്ചിട്ട് അങ്ങനെയാണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പനിയും ശക്തിയായ തലവേദന, ഛർദില്, അതുപോലെ തന്നെ ചിലപ്പോൾ കഴുത്തിന് വേദന ഉണ്ടാവും, അപസ്മാരം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളുള്ള ആൾക്കാരാണ് ഇതാണ്. അപ്പോൾ ഈ കുളിച്ച അതിന് മുമ്പ് ഇപ്പോൾ ഈ ഒരു അസുഖം നമ്മൾ അറിയുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കെട്ടിക്കുന്ന വെള്ളങ്ങൾ ഇപ്പോൾ പകലില്ല. എന്നാലും നമ്മളിപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് കുളിച്ചവരോടൊക്കെ അവരോട് നമുക്ക് ആശങ്കപ്പെടേണ്ട. ഇങ്ങനത്തെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഇപ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി 2-3 ആൾക്കാരെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരായിട്ട് ബന്ധപ്പെട്ടുക, അല്ലെങ്കിൽ മെഡിക്കൽ ഇവിടെ കുടുംബാരോഗ്യ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വന്നിട്ട് ഈ അവർ ലക്ഷണങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങളാണെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കുളിച്ചാലും ഇത് ശരീരത്തിൽ പ്രവേശിച്ചാലും 10 ദിവസം എടുക്കുന്നുണ്ട് ലക്ഷണങ്ങൾ വരാൻ. അല്ല, ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 3 to 7 days ആണ്. 10 ദിവസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞങ്ങൾ അത് വെച്ചതാണ്. എന്താ പറയുക, ഇനിയിപ്പോൾ ആശങ്ക ആൾക്കാർക്ക് ഉണ്ടാകുന്ന വെച്ചിട്ട് ഇതിനെ പ്രധാനമായി കാണുന്നത് 5 days 3-6 ഇതിലാണ്. ഈ കുട്ടി തന്നെ കുളിച്ചത് 7 ദിവസം മുമ്പാണ്. അതിനുശേഷമാണ് ഈ സിംറ്റംസ് വന്നത് 10-ാം തീയതിയാണ്. 10-ാം തീയതി ചെമ്മാട് കാണിച്ചു, പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ ഈ ആൾക്കാർ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷെ നമ്മൾ ഒരു കരുതലെടുക്കണം. ഈ ഇങ്ങനത്തെ ഏരിയ ഇപ്പോൾ ഇങ്ങനത്തെ പ്രസിഡന്റ് പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ ഒരു ബോർഡ് വെക്കുകയാണ്, അതുപോലെ അനൗൺസ്മെന്റ് നടത്തുകയാണ്. ആ ഏരിയയിൽ കുളിക്കരുത്, ഇനി കുറച്ച് കാലത്തേക്ക് കുളിക്കരുത്, മഴ പോയിക്കുന്നവരെ കുളിക്കരുത്. പിന്നെ ആൾക്കാരെങ്കിലും ഇപ്പം ഈ സമയത്തിൽ ലക്ഷണങ്ങളുള്ളവർ ഇതേപോലെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നമുക്ക് അടിയന്തരമായിട്ട് റെഫർ ചെയ്യേണ്ട കേസാണെങ്കിൽ നമ്മൾ റെഫർ ചെയ്തിട്ട് ടെസ്റ്റുകൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ പുഴയിലുള്ളതും അതിന്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലുള്ള വെള്ളമൊക്കെ നമ്മൾ സാമ്പിൾ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പം മലപ്പുറത്ത് PH ലാബിലേക്ക് ഈ സാമ്പിളുകൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഈ അമീബ അവിടെ ഇനിയും ഉണ്ടോ എന്നുള്ളത് മിക്കവാറും ഒഴുകി പോയിട്ടുണ്ടാവും. ഈ ഒരു കടവ് അങ്ങയുടെ വാർഡിലല്ലേ, വലിയ ആഴമില്ലാത്ത അപകടമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഒരുപാട് പേര് വരുന്നതാണോ ആ ഒരു മേഖലയെ അറിയുന്നത്? അത് തീർച്ചയായിട്ടും ഞങ്ങളെ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം പുഴ ഞങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. എപ്പോഴും ആളുകൾ പുഴയിട്ട് ബന്ധപ്പെടും, കുളിക്കാൻ, അലക്കാൻ, കുട്ടികൾക്ക് വേനൽക്കാലത്ത് ഉല്ലസിക്കാനൊക്കെ. പിന്നെ ആഴം കുറഞ്ഞ സ്ഥലം ഉള്ളതുകൊണ്ട് ധാരാളം കുട്ടികൾ വന്ന് കുളിക്കും. അപ്പോൾ ഈ വേനൽക്കാലത്ത് അവധിക്കാലമൊക്കെ ആയപ്പോൾ ധാരാളം കുട്ടികൾ വന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു പുതിയ അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇതിന്റെ മുന്നേ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. എന്തായാലും ഞങ്ങൾ അറിഞ്ഞ ഉടനെ വലിയ മുൻകരുതലുകൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ തീരുമാനങ്ങൾ ഇപ്പോൾ ഉടനടി നടപ്പാക്കണല്ലേ? തീരുമാനങ്ങൾ നടപ്പാണ്. ഞങ്ങൾ മൂന്നൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ വളരെ തൽപരരായിട്ടാണ് പ്രവർത്തനം നടത്താറ്. ഇപ്പോ തൊട്ടടുത്ത ദിവസമാണ് ഞങ്ങൾ ഈ മഴക്കാല മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി വിപുലമായ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും പിടിച്ച് ഞങ്ങൾ ഓഡിറ്റോറിയം നിറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും വിളിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ആ ദിവസം വരെ, അതിപ്പോ മിനിയാന്ന് ലാസ്റ്റ് ഡേ, അന്ന് വരെ ഞങ്ങൾ ഈ വിവരം അറിയുന്നില്ല. ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല, നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്ററും അറിയുന്നില്ല. അപ്പൊ ആരോഗ്യവകുപ്പ് യഥാസമയം ഈ വിവരം റിപ്പോർട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ട്. കാരണം ഇത് 2-3 ദിവസമായി മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണല്ലോ കുട്ടി. അപ്പൊ അതൊരു വലിയ ഒരു വീഴ്ചയായിട്ടാണ് നമ്മൾ കാണുന്നത്. അറിഞ്ഞത് മുതൽ ഞങ്ങൾ സജീവമായിട്ട് ഇപ്പൊ ഞങ്ങളെ ടീം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഫീൽഡിലുണ്ട്, എല്ലാവർക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ അടുത്ത സമയങ്ങളിലൊക്കെ പുഴയിൽ കുളിച്ച ആളുകൾ ലിസ്റ്റ് എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും പിന്നെ ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുൻകരുതലും ഞങ്ങൾ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് മുന്നിയൂർ പഞ്ചായത്ത് അധികൃതർക്ക് പറയാനുള്ളത്. മുൻകരുതലുകൾ എല്ലാം തന്നെ ഇനി ചെയ്യേണ്ട നടപടികളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ആരും പുഴകളിലേക്ക് പോകരുത് നിർദ്ദേശം നൽകും. മുൻപ് കുളിച്ചവരുടെ വിവരങ്ങൾ ശേഖരിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഴ പെയ്തതോടെ ആ പുഴയിൽ നിന്നും അമീബ ഒഴുകിപ്പോകാനുള്ള അമീബ കലർന്ന ജലം ഒഴുകിപ്പോകാനുള്ള സാധ്യതയും ഇവർ വിലയിരുത്തുന്നുണ്ട്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. എറണാകുളം വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത വ്യാപനവുമായി ബന്ധപ്പെട്ട് മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് എറണാകുളം ജില്ലാ കളക്ടർ. RDO ഷൈജു P. ജേക്കബിനാണ് അന്വേഷണ ചുമതല. 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട്
കളക്ടർക്ക് കൈമാറണം. വേങ്ങൂരിലെ രോഗികളുടെ മരണകാരണം, മഞ്ഞപ്പിത്ത വ്യാപനത്തിന്റെ കാരണങ്ങൾ, വകുപ്പ് തല വീഴ്ച സംഭവിച്ചോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പിൽ നിന്നാണ് രോഗം പടർന്നതെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയതായും കളക്ടർ അറിയിച്ചു. അതേസമയം വേങ്ങൂരിൽ രോഗബാധ സ്ഥിരീകരിച്ച് 1 മാസം പിന്നിടുമ്പോൾ രോഗം ബാധിച്ചവരുടെ എണ്ണം 200 പിന്നിട്ടു. സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 18-ന് പാലക്കാട്, മലപ്പുറം ജില്ലകളിലും 19-ന് പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും 20-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുന്നപ്ര സ്വദേശി ഉമൈബയുടെ മരണം ചികിത്സാ പിഴവെന്ന പരാതിയിൽ DME നിയോഗിച്ച അന്വേഷണ സംഘം ഇന്ന് മെഡിക്കൽ കോളേജിലെത്തും. കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനയകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. പുന്നപ്ര സ്വദേശി ഉമൈബയുടെ മരണം ചികിത്സാ പിഴവ് മൂലമാണെന്നാണ് പരാതി. പക്ഷാഘാതം വന്നതിനെ തുടർന്ന് 24 ദിവസത്തിന് മുൻപ് ഉമൈബ ചികിത്സ തേടിയിരുന്നു. ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും പനി ബാധിച്ച് വീണ്ടും ആശുപത്രിയിലെത്തി. 24 ദിവസത്തിനിടെ 3 തവണ കിടത്തി ചികിത്സയ്ക്ക് വിധേയയായി. പനി ഗുരുതരമായതിനെ തുടർന്ന് ചൊവ്വാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്നലെ രാത്രി മരിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാരോപിച്ചായിരുന്നു മകനും ബന്ധുക്കളും ഉമ്മയുടെ മൃതദേഹവുമായി അർദ്ധരാത്രിയോടെ ആശുപത്രിയിൽ എത്തി പ്രതിഷേധിച്ചത്. ഇടുക്കി ഇരട്ടയാറിലെ പോക്സോ കേസ് അതിജീവതയുടെ മരണം ആത്മഹത്യയെന്ന് പോലീസ്. മുറിക്കുള്ളിൽ പിടിവലി നടന്ന ലക്ഷണങ്ങളില്ല. ആൺ സുഹൃത്തുമായി വാക്ക് തർക്കമുണ്ടായതായി പെൺകുട്ടിയുടെ മാതാവ് വെളിപ്പെടുത്തിയിരുന്നു. ബംഗളൂരുവിലുള്ള സുഹൃത്തിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കേസിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ പാലപ്പള്ളിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു വനം വകുപ്പ്. കാരിക്കുളം, മുപ്ലി, കുണ്ടായി എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ഒരാഴ്ചക്കിടെ 3 തവണ പുലി ഇറങ്ങി 3 പശുക്കുട്ടികളെയും 1 മാനിനെയും പിടികൂടിയ പശ്ചാത്തലത്തിലാണ് നടപടി. നേരത്തെ ഉണ്ടായിരുന്ന 4 ക്യാമറകൾക്ക് പുറമെയാണ് വീണ്ടും 3 ക്യാമറകൾ കൂടി സ്ഥാപിച്ചത്. പ്രദേശത്ത് അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ മാറ്റാൻ വരന്തരപ്പള്ളി പഞ്ചായത്തിന് വനം വകുപ്പ് കത്ത് നൽകി. ലഹരി ഗുണ്ട മാഫിയ സംഘത്തിന് മുന്നിൽ മുട്ടുമടക്കി മുഖ്യമന്ത്രി നാടുവിട്ടെന്ന് ആരോപിച്ച് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ക്ലിഫ് ഹൌസിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഡമ്മി സ്ഥാപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കുക. രാവിലെ 11 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സമഗ്രമായൊരു വാർത്താദിനത്തിലേക്ക് സ്വാഗതം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.